അപ്പോൾ രാവിലെ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ നേരം ഞാൻ മിക്സ് മില്ലറ്റിൻ്റെ പൊടി മിക്സ് ചെയ്തിട്ട് ഞാൻ ദോശ അത് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇഡലിയൊക്കെ ഞാൻ തണുത്ത് കഴിഞ്ഞ് ഇതൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് മസാല ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. ഇന്നാളിൽ ഞാൻ കാണിച്ചല്ലേ മസാല ഇഡലി. അപ്പോൾ മസാല ഇഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പിള്ളേർക്ക് അതൊന്ന് ടിഫിനിലാക്കണ്ടേ. രാവിലെ രണ്ടുപേരും ഒന്നും കഴിക്കത്തില്ല. കൊച്ചവനാണെങ്കിൽ 6:30 ആകുമ്പോഴത്തേക്കിനും ബസ് വരും. അപ്പോൾ അവന് ഈ കുടിക്കാനുള്ളത് കുടിച്ചിട്ട് പോകും. വലിയവന് 10 മണിക്കെങ്ങാണം പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരിച്ചിരി കഴിക്കും, അല്ലെങ്കിൽ കുടിക്കത്തില്ല അവൻ. അപ്പോൾ ചായയൊക്കെ റെഡിയായി. ചായയും കൂടെ ഒന്ന് കുടിക്കാനായിട്ട് എടുക്കട്ടെ. ഇപ്പം ദോശയ്ക്ക് സാമ്പാർ ഉണ്ടായിരുന്നു. അപ്പം ഞാനൂടെ ഒന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരട്ടെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അരിയൊക്കെ അടപ്പത്തിട്ടു. അതിന് ശേഷം ഇന്നൊരു കടല മസാല ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെ രാത്രിയിലെ വെള്ളത്തിൽ ഇട്ടായിരുന്നു. ഇപ്പം കടായി വെച്ച് ഇച്ചിരി ഓയിൽ ഒഴിച്ച് ഇച്ചിരി കടുകും പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് സവാള, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഒന്ന് വഴട്ടാനായിട്ടിട്ട് അതിന് ശേഷം പിന്നെ ഒരു വലിയ ടൊമാറ്റോയുടെ അരിഞ്ഞ് ചേർത്ത് ഇത്തിരി ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ ടൊമാറ്റോ ഒക്കെ ഒരു ഇത്തിരി ഒന്ന് വാടി വന്നുണ്ടെങ്കിൽ ഞാനിതിൽ വഴന്ന് വന്ന പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇതിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഇത്തിരി മിക്സ് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ കയ്യിൽ ഈ വറുത്ത തേങ്ങ ഉണ്ടായിരുന്നേ, അതിന് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അരയ്ക്കുന്നൊന്നുമില്ല, അങ്ങനെ ഡയറക്റ്റ് നന്നായിട്ട് വറുത്ത തേങ്ങ അത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിന് പച്ചമണം പോകണം വരെ ഒന്ന് മസാലകളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ കുക്കറിലൊരു 2-3 വിസിലടിച്ച് വേവിച്ച് കടലയായത് അതോടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഉപ്പ് ഇത്തിരി കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം എല്ലാം വെള്ളം ഒഴിച്ചില്ലായിരുന്നു, കുറച്ച് വെള്ളം മാറ്റി വെച്ചായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അത് ഇച്ചിരിയും കൂടെ വേവൊക്കെ വരണം, അതുകൊണ്ട് ഞാൻ ബാക്കിയും കൂടെ വെള്ളം ഒഴിച്ച് ചെറിയ തീരെ അത് അവിടെ ഇട്ടേക്കുമായിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റിൽ കടല നമ്മൾ സ്പൂണിലെടുത്ത് കൈ കൊണ്ട് ഉടച്ച് നോക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. പക്ഷേ അതൊന്ന് നന്നായിട്ട് കുഴയാൻ വേണ്ടി ഞാനൊന്നതൊന്ന് ഇച്ചിരി ഒന്ന് സ്മാഷർ കൊണ്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞുകൊണ്ടേ അതൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നായിരുന്നു. പിന്നെ ഞാൻ മോരിന് കടുകൂടെ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ബീൻസ് തോരൻ വെക്കാനായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തായിരുന്നു. അപ്പം ബീൻസ് തോരനൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.